ഈ വീഡിയോയുടെ ഉള്ളടക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അറിവും അനുഭവവും പ്രതിഫലിപ്പിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വിലപ്പെട്ട സ്ഥിതിവിവരക്കണക്കുകൾ പങ്കിടാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവതരിപ്പിച്ച വിവരങ്ങൾ പൊതുവായ വിവര ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. വീഡിയോയുടെ ഭാഗം 1-ൽ ഒരു രാശി ചാർട്ടിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന വീട് സൂചിപ്പിക്കുന്നത് ആ വീടുമായി ബന്ധമുള്ള കുടുംബാംഗങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദേശം നൽകാറുണ്ടെങ്കിലും അവർ അത് സ്വയം പാലിക്കുന്നില്ലായിരിക്കാം. കൂടാതെ വ്യാഴം ഗുരു രാശിചക്രത്തിൽ താമസിക്കുന്ന വീടിന് പകരം കാണുന്ന വീടുകൾക്കാണ് ഗുണം ചെയ്യുന്നത്. ഭാഗം 1 വീഡിയോയിൽ ഞങ്ങൾ ഇത് പഠിച്ചു. വ്യാഴത്തിൻ്റെ മറ്റൊരു പ്രധാന വശം മുൻകാല ജീവിത ധർമ്മവുമായുള്ള ബന്ധമാണ്. മുൻ ജന്മത്തിൽ ഒരാൾ അവരുടെ ധർമ്മം പിന്തുടരുന്നതിൽ പരാജയപ്പെട്ടേക്കാവുന്ന മേഖലകളെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഈ ജീവിതത്തിൽ ആ വശങ്ങൾ നിയന്ത്രിക്കാനും നയിക്കാനും വ്യാഴം ബന്ധപ്പെട്ട ഭവനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. വ്യാഴം മീനം ധനുരാശികൾ ഭരിക്കുന്ന വീടുകളും ഈ സ്വാധീനത്തെ പ്രതിഫലിപ്പിക്കുന്നു. എന്താണ് ധർമ്മം എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ലളിതമായി പറഞ്ഞാൽ ധർമ്മം ധാർമ്മിക തത്വങ്ങൾ, കടമകൾ, ജീവിതത്തിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ പൊതുവായ കാര്യങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. പലതരത്തിലുള്ള ധർമ്മങ്ങൾ ഉണ്ടെങ്കിലും അത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴി ഇതാ. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും അല്ലെങ്കിൽ സഹായത്തിനായി ആവശ്യപ്പെടുകയും നിങ്ങൾ അത് നൽകുകയും ചെയ്താൽ അത് നിങ്ങളുടെ ധർമ്മം നിറവേറ്റുന്നു. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ അത് പാപമായി കണക്കാക്കില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ധർമ്മം നിറവേറ്റിയിട്ടില്ല. രാശി ചാർട്ടിലെ ധർമ്മവും വീടുകളും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാം. ലഗ്നം അല്ലെങ്കിൽ ലഗ്നം സ്വയം പ്രതിനിധീകരിക്കുന്നു. ആരുടെയെങ്കിലും ലഗ്നത്തിൽ വ്യാഴം ഭരിക്കുന്ന ധനുരാശിയോ മീനമോ ആണെങ്കിൽ മുൻ ജന്മത്തിൽ അവർ തങ്ങളുടെ സ്വയം ധർമ്മം സ്വയം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ വ്യക്തികൾ സ്വയം പരിചരണത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ടാകില്ല. സ്വയം ധർമ്മത്തിൻ്റെ ഉദാഹരണങ്ങളിൽ ഒരാളുടെ ആരോഗ്യം നോക്കുക, ശരിയായി ഭക്ഷണം കഴിക്കുക, വ്യക്തിപരമായ കർത്തവ്യങ്ങളിൽ പങ്കെടുക്കുക എന്നിവ ഉൾപ്പെടുന്നു. തൽഫലമായി ഈ ജീവിതത്തിൽ അവരുടെ മുൻകാല ജീവിതത്തിൽ അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഈ സ്വയം ബന്ധപ്പെട്ട കടമകൾ നിറവേറ്റുന്നതിൽ അവർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ഉദാഹരണത്തിന് വ്യാഴം 2-ാം ഭാവത്തിലാണെങ്കിൽ അല്ലെങ്കിൽ 2-ാം ഭാവം ധനുരാശിയിലോ മീനിലോ വീഴുകയാണെങ്കിൽ 2-ാം ഭാവം ധനത്തെയും കുടുംബ വിഭവങ്ങളെയും നിയന്ത്രിക്കുന്നതിനാൽ കുടുംബ വരുമാനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതുപോലെ വ്യാഴം 5-ാം ഭാവത്തിൽ ആണെങ്കിൽ 5-ാം ഭാവം ആദ്യത്തെ കുട്ടി, ഹോബികൾ, കുടുംബദൈവം എന്നിവയെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഈ ജീവിതത്തിൽ ഈ മേഖലകളുമായി ബന്ധപ്പെട്ട കടമകൾ നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ വെല്ലുവിളികൾ ഉണ്ടാകാം. വ്യാഴം ബഹുഭാര്യത്വം അല്ലെങ്കിൽ ഒരു കുടുംബ പരമ്പരയിൽ 2-ൽ കൂടുതൽ വിവാഹങ്ങൾക്കുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു. കുടുംബം എന്നത് കുടുംബ വംശപരമ്പരമായി ആശയക്കുഴപ്പത്തിലാക്കരുത്. ഇത് പിതൃപരവും മാതൃപരവുമായ 2 തലമുറകളെയെങ്കിലും സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് പിതാവിൻ്റെ മുത്തച്ഛനെ പ്രതിനിധീകരിക്കുന്ന 5-ാം ഭാവത്തിൽ വ്യാഴം ഉണ്ടെങ്കിൽ അത് പിതാവിൻ്റെ മുത്തച്ഛൻ്റെ വംശത്തിലെ ബഹുഭാര്യത്വത്തെ സൂചിപ്പിക്കാം. അച്ഛൻ്റെയും അമ്മയുടെയും വശങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വ്യാഴം 7-ാം ഭാവത്തിൽ ആണെങ്കിൽ അത് ഇണയുടെ കുടുംബ വംശത്തിൽ ബഹുഭാര്യത്വത്തെ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ വ്യാഴം 3 പ്രധാന കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 1 കുടുംബത്തിനുള്ളിലെ ഉപദേശപരമായ ബന്ധങ്ങൾ. 2 മുൻ ജന്മത്തിൽ നിന്ന് പൂർത്തീകരിക്കാത്ത ധർമ്മം. 3 കുടുംബ പരമ്പരയിലെ ബഹുഭാര്യത്വം.